അത് നേവിയുടെയോ കസ്റ്റംസിന്റെയോ ഏരിയ ആയിരിക്കും. നമ്മൾ കയറാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാവും. ഓക്കെ, ഞാനേ അവര് ശ്രദ്ധിക്കാത്ത സമയത്ത് ഫോട്ടോ എടുത്തയക്കാം. ഓക്കെ. വിഗ്രഹം സാമുവലിന്റെ കയ്യിലെത്തി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിനക്കെന്താ ചന്ദ്ര ഒരു സന്തോഷമില്ലാത്തെ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചേട്ടൻ ഉണ്ടാക്കിയോ? ആ കിരണിന്റെയും ദുർഗയുടെയും കാര്യം തന്നെ ഞാൻ പറയുന്നത്. അവരുടെ കാര്യം പൃഥ്വി നോക്കിക്കൊള്ളും. ഞാൻ ഇടപെടണ്ടെന്ന് അവൻ പറഞ്ഞിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ദേ, അവൻ അതൊക്കെ കൊളവാക്കിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒരു കാര്യം വൃത്തിയായിട്ട് അവസാനിപ്പിക്കാൻ അവൻ അറിഞ്ഞൂടാ. ഇത്രയും റിസ്ക് എടുത്തതെല്ലാം വെറുതെ ആയില്ലേ? ആ കിരൺ പൃഥ്വിയുടെ പേരിൽ എന്തെങ്കിലും കേസ് കൊടുത്തിരുന്നെങ്കിൽ പൃഥ്വി ഇപ്പൊ ജയിലിലായേനെ. ഞാനൊന്ന് നോക്കട്ടെ. ഇനി പെട്ടെന്ന് അവരെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നത് റിസ്കാ. കാരണം പൃഥ്വി അവനെ കുത്തിയത് അവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് അവരാ കാര്യം ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഉടനെ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച അത് പൃഥ്വി അല്ലെങ്കിലും അവന്റെ പേരിൽ തന്നെ വരും. അപ്പൊ പിന്നെ ആ കിരണിനെ ദുർഗ ഇനി സഹിക്കണമെന്നാണ് പറയുന്നേ? എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി അങ്ങനെ സമയം കളയാനില്ല. അവരെ എത്രയും പെട്ടെന്ന് മാറ്റിയേ പറ്റൂ. നമുക്കേ എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കാം. ഞാൻ ഈ കോളം നിർത്തോട്ടെ. ബിസിനസ് കോളാ. ശരി. ആ പിന്നെ കുടിക്കാൻ ഒരു ജ്യൂസ് എടുത്തു. അപ്പോഴത്തേക്ക് കോള് കഴിയും. ചെല്ലു. ഹലോ. ഹലോ സർ, വിഗ്രഹങ്ങളെല്ലാം കൈ കിട്ടി. എക്സാർ എൻ്റെ ഒപ്പം ഉണ്ട്. അവസാന വിഗ്രഹം ഇന്ന് രാത്രി തന്നെ എത്തും. ഓക്കെ, ഞാനിതെല്ലാം സേഫായി പാക്ക് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. 5ാമത്തെ വിഗ്രഹം എത്തിയിട്ട് വെളുപ്പിന് പോകുന്ന ഷിപ്പിൽ തന്നെ വിടാം. ഓക്കെ, ഡൺ. പിന്നെ സൂക്ഷിക്കണം, ഇത്തവണ നമ്മുടെ പിന്നാലെ ആരൊക്കെയോ ഉണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ബൈ. എന്തു പറഞ്ഞു? 5ാമത്തെ വിഗ്രഹം ഇന്ന് രാത്രി തന്നെ എത്തിക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതെത്തിച്ചോളാം. ഇനി സമയം കളയണ്ട. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല. വേഗം പൊക്കും. ഓക്കെ, അപ്പൊ രാത്രിയിൽ കാണാം. ശരി. കുട്ടേട്ടാ, അവര് വണ്ടി എടുത്തു. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. നമുക്ക് അവന്മാരെ പറയാ പോവാം. വണ്ടി എടുക്കാം. മിക്കവാറും അവർ വിഗ്രഹം കൈമാറി കാണും. അങ്ങനെയാണെങ്കിൽ സാമുവൽ അത് ഷിപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകായിരിക്കും. ഇതിപ്പോ കാറുകൾ രണ്ടും രണ്ട് വഴിക്കാണല്ലോ. നമുക്ക് സാമുവലിന്റെ പിന്നാലെ പോവാം. ഓക്കെ. ഹലോ, എന്തേ കുട്ടേട്ടാ? ഞാൻ കിച്ചണിലായിരുന്നു. മോളെ ഒന്ന് സ്പീക്കറിലിട്ടെ. പൃഥ്വിയും സാമുവലും മീറ്റ് ചെയ്തിരുന്നു. അവർ വിഗ്രഹം കൈമാറുമെന്നറിയില്ല. ഞങ്ങൾ എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരും രണ്ട് വഴി പിരിഞ്ഞു. ഞങ്ങളിപ്പോ സാമുവലിന്റെ പിന്നാലെ. അയാൾ വിടരുത്. മിക്കവാറും വണ്ടിയിൽ വിഗ്രഹം ഉണ്ടാവും. നമുക്കത് കിട്ടണം. ഓക്കെ ജെഡി, അവരെ ഓവർടേക്ക് ചെയ്ത് പിടിക്കട്ടെ. കയ്യിൽ വെപ്പൺസ് ഉണ്ടോ? ഉണ്ട്.
സ്ഥലവും സൗകര്യവും നോക്കി ഓവർടേക്ക് ചെയ്യണം. ഓക്കെ? അയാൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ബി കെയർഫുൾ. നിങ്ങളിപ്പോ ഏത് റൂട്ടിലാ പോകുന്നേ? ഒരു റിമോട്ട് ആയിട്ടുള്ള പ്ലേസ് ആണ്. കോസ്റ്റൽ റോഡാണെന്ന് തോന്നുന്നു. ഉറപ്പായി അയാളുടെ കയ്യിൽ വിഗ്രഹങ്ങൾ ഉണ്ടാവും. അയാളുടെ കാർ ഒരു ഗേറ്റ് കടന്നു പോയി ജെഡി. ഇതൊരു റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇറങ്ങി സംസാരിക്കട്ടെ? വേണ്ട. ആ സ്ഥലത്തിന്റെ ഫോട്ടോസ് എടുത്ത് എനിക്ക് സെൻഡ് ചെയ്യണം. ഞാൻ ജോർജ് സാറുമായി സംസാരിച്ച് വേണ്ടത് ചെയ്തോളാം. അത് നേവിയുടെയോ കസ്റ്റംസിന്റെയോ ഏരിയ ആയിരിക്കും. നമ്മൾ കയറാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാവും. ഓക്കെ, ഞാനേ അവർ ശ്രദ്ധിക്കാത്ത സമയത്ത് ഫോട്ടോ എടുത്തയക്കാം. ഓക്കെ. വിഗ്രഹം സാമുവലിന്റെ കയ്യിലെത്തി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ കിരൺ, ആ മല്ലിപ്പൊടി ഒന്ന് എടുക്കാവോ? ഇതാണോ? ഉം. ഇതാണോ മല്ലിപ്പൊടി? ഇതാണോ മല്ലിപ്പൊടി? അല്ലേ? എന്താ കിരൺ ഇത്? യു എന്റെ പൊന്ന് കിരൺ, കഷ്ടമാണ് കേട്ടോ. മാറിക്കേ, ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ശ്ശോ.